വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് CP ജോണിൻ്റെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ സ്ത്രീകളെ അവമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാക്തീകരിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗമാണ് കേരളത്തിലെ സ്ത്രീകൾ. കേരളത്തിൽ പകുതിയോളം തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഭരിക്കുന്നത് സ്ത്രീകളാണ്. വിദ്യാഭ്യാസത്തിലൂടെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളുടെയും മുന്നേറിയ മലയാളികൾ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമാകെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഈ ജനവിഭാഗത്തെയാണ്, ഈ സ്ത്രീകളെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ശാക്തീകരിച്ച മലയാളി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരാളെയും കേരളത്തിൽ പൊതുസമൂഹവും സ്ത്രീകൾ പ്രത്യേകിച്ചും അനുവദിക്കില്ല എന്ന ഉറച്ച ധാരണയാണ് എനിക്കുള്ളത്. മന്ത്രിയുടെ പുരുഷമേധാവിത്വ ചിന്തയിൽ നിന്നാണ് സ്ത്രീകൾക്ക് എന്തോ ഔദാര്യം നൽകുന്നു എന്ന നിലയിലുള്ള ഈ പരാമർശങ്ങൾ വരുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അധികാരത്തിലെത്തിയപ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുക്കി. അതൊരു വഞ്ചനയായിരുന്നു. ആദ്യം തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇനി പരമസുഖമായി എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു അമ്പലത്തിലേക്ക് പോകാനല്ല, തീർത്ഥാടനത്തിന് വളരെ ദൂരത്തേക്ക് പോകാനുള്ള സൗകര്യമായി എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കിയത്. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് അധികാരത്തിലെത്തിയപ്പോൾ അത് ഓർഡിനറിയിലേക്ക് മാത്രമായി ചുരുക്കി. അതൊരു വഞ്ചനയായിരുന്നു. ആദ്യം തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കെല്ലാം ഇനി പരമസുഖമായി എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു അമ്പലത്തിലേക്ക് പോകാനല്ല, തീർത്ഥാടനത്തിന് വളരെ ദൂരത്തേക്ക് പോകാനുള്ള സൗകര്യമായി എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കിയത്. പാവപ്പെട്ടയാളായി സ്ത്രീകൾ അഭിനയിച്ച് കാട്ടുകയാണ് എന്ന് മന്ത്രി അധിക്ഷേപിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് എന്തോ ഔദാര്യം നൽകുന്ന എന്ന നിലയിൽ ഈ യാത്രയെ ഗതാഗത വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ യാത്രയുടെ പണം കണ്ടെത്തുന്നത് എന്ന കാര്യം മന്ത്രി മറക്കാൻ പാടില്ല. ഏതെങ്കിലും സ്ത്രീ അപേക്ഷിച്ചിട്ടാണോ ഈ സൗജന്യം നൽകുന്നത്? സ്വാഭാവികമായൊരു ചോദ്യമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി UDF നൽകിയ വാഗ്ദാനമല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരായി സർക്കാർ അവരെ അവമാനിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ വീട്ടമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു 1000 ഉറുപ്പിക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതി. ആ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം യഥാർത്ഥത്തിൽ 31.39 ലക്ഷം ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. 16 ലക്ഷം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാധ്യത ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുത്ത ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാമോഹം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ആദ്യത്തെ അട്ടിമറിയായിരുന്നു ഓർഡിനറി ബസ്സിലേക്ക് മാത്രമായി ചുരുക്കി. ഇപ്പോഴും ഓർഡിനറി ബസ്സിലേക്ക് കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ പരസ്യപ്പെടുത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തിയായ ജനാധിപത്യ ശക്തികളുടെ, അത് ഞാൻ സ്ത്രീകളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് മന്ത്രിയുടെ പരാമർശം. അത് വളരെ രസകരമായ ഒന്നാണ്. ആളുകൾ ആശുപത്രിയുടെ വരാന്തയിൽ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശുപത്രിയുടെ വരാന്തയിലാണോ ചികിത്സ നടക്കുന്നത്? എല്ലാം ഒരുതരം അപമാനം സൃഷ്ടിക്കുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന
സന്ദർഭത്തിൽ അതിൻ്റെ വക്താക്കളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിയിൽ മാറ്റമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം എന്താണ് വ്യക്തമാക്കുന്നത്? അത് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഡീലിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ്. രാജ്യസഭയിൽ ലീഗ് MP ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ കരാറിൽ നിന്നും പിന്മാറാം എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നത് നമ്മളെല്ലാം വായിച്ചതാണ്, കണ്ടതാണ്. അത് പകൽ വെളിച്ചം പോലെ മുഴുവൻ ആൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം തെറ്റായ ന്യായങ്ങൾ പറഞ്ഞ് പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് കൗൺസിലർ സുഗതന്റെ അവധി അത് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നൽകിയ നിയമവിരുദ്ധമായ കത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. തദ്ദേശ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചുമത്തി വിഷയം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായപ്പോൾ ഈ ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ്, BJPയുടെ അവർക്കാകെയുള്ള ഒരു കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താൻ വഴിവിട്ട നിലയിൽ പിന്തുണ നൽകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നിന്ന് അവരെയെല്ലാം ഒഴിവാക്കി ഒരാളുടെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കത്ത് അയച്ച ആളുകൾക്കെതിരെ പോലും നടപടി ഇല്ല. അത് കത്തയച്ചത് ആഭ്യന്തര വകുപ്പാണ്. നടപടി വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറിക്ക് നേരെയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ നിർദ്ദേശം ലഭിക്കാതെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് ആരും കരുതുന്നു. ഗതാഗത മന്ത്രി CP ജോണിന്റെ തീർത്തും സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ള ആ തരത്തിൽ സംസാരിച്ച CP ജോൺ മാപ്പ് പറയണം എന്നുള്ള CPMന്റെ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ, അതായത് ഈ സർക്കാർ വാഗ്ദാനം ചെയ്തതായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് ഓർഡിനറി ബസ്സിലാക്കി. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഉള്ള ഒരു പരാമർശമായിരുന്നു രാവിലെ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം അത് തിരുത്താൻ ശ്രമിക്കുമ്പോഴും ഉരുണ്ട് കളിക്കുകയല്ലാതെ പൂർണ്ണമായി അതിൽ തിരുത്തൽ നടത്തുകയോ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഗതാഗത മന്ത്രി.